ഹായ് എവരി വൺ. അക്കാഡമീസിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് ഇവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഹൻഷാദ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്ത്യയെ പറ്റിയിട്ടുള്ള കുറച്ച് അടിസ്ഥാന വിവരങ്ങൾ എന്ത് ചെയ്യുകയുണ്ടായി, സംസാരിക്കുകയുണ്ടായി അല്ലേ. എന്താണ് നമ്മുടെ നാഷണൽ ആന്തം, നാഷണൽ സോങ്, നാഷണൽ എംപ്ലം, നാഷണൽ കലണ്ടർ, അതുപോലെ തന്നെ ഇന്ത്യയെ പറ്റി അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ടത് കുറച്ച് ബേസിക് ഫാക്ട്സ് എന്ത് ചെയ്തു നമ്മൾ സംസാരിച്ചു. അപ്പോൾ ആ ക്ലാസ്സിൻ്റെ അവസാനം തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഈ ക്ലാസ് മുതൽ നമ്മൾ എന്ത് ചെയ്യും, ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലൂടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലൂടെയുള്ള യാത്ര തുടങ്ങാൻ പോവുകയാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ആ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഈ ക്ലാസ് മുതൽ നമ്മൾ സംസാരിച്ചു തുടങ്ങാൻ പോവുകയാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ 3 സംസ്ഥാനങ്ങളെ പറ്റിയാണ് സംസാരിക്കുന്നത്. അതിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ സംസ്ഥാനങ്ങളെ സോർട്ട് ചെയ്തിരിക്കുന്നത് ആൽഫബറ്റിക്കൽ ഓർഡറിലാണ്. അതായത് ഇന്ന് നമ്മൾ സംസാരിക്കുന്ന എയിൽ തുടങ്ങുന്ന 3 സംസ്ഥാനങ്ങളാണ്. ആദ്യത്തേത് ആന്ധ്രാപ്രദേശ്, രണ്ടാമത്തേത് അരുണാചൽ പ്രദേശ്, മൂന്നാമത്തേത് ആസാം എന്നിങ്ങനെ 3 സംസ്ഥാനങ്ങളെ പറ്റിയാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങാനായിട്ട് പോകുന്നത്. അതിൽ ആദ്യം നമ്മൾ സംസാരിക്കാൻ പോകുന്ന ആരെ പറ്റിയാണ്, ആൽഫബറ്റിക്കൽ ഓർഡറിൽ നമ്മുടെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ആദ്യം വരുന്ന ആന്ധ്രാപ്രദേശിനെ പറ്റിയാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ സംസാരിച്ചു തുടങ്ങാനായിട്ട് പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ആന്ധ്രാപ്രദേശിന്റെ ക്യാപിറ്റൽ അമരാവതിയാണ്. ആന്ധ്രാപ്രദേശിന്റെ ക്യാപിറ്റൽ ഒരുപാട് കാലം ഹൈദരാബാദ് ആയിരുന്നു. പക്ഷേ തെലങ്കാന എന്ന് പറയുന്ന ഒരു പുതിയ സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടപ്പോൾ ആന്ധ്രാപ്രദേശിന്റെ ക്യാപിറ്റൽ ഏതായിട്ട് മാറി, അമരാവതി എന്ന് പറയുന്ന സ്ഥലമായിട്ട് മാറി. പിന്നെ ഈ ആന്ധ്രാപ്രദേശിനെ പറ്റി, അല്ലെങ്കിൽ ആന്ധ്ര എന്ന് പറയുന്ന സ്ഥലത്തെ പറ്റി പറയും, ആന്ധ്രാപ്രദേശ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഈ ആന്ധ്ര എന്ന് പറയുന്ന അന്നത്തെ ഈ ഒരു ആന്ധ്രയും അതിന് ചുറ്റുമുള്ള ഭാഗങ്ങളും എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഭാഷാ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ രൂപം കൊണ്ട ആദ്യത്തെ സംസ്ഥാനം. നമുക്കറിയാം, ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം രൂപീകരിക്കപ്പെടുമ്പോൾ നമുക്ക് 47 സ്വാതന്ത്ര്യമൊക്കെ കിട്ടിയിട്ട് പിന്നീട് ഇതിനെ ഡിവൈഡ് ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുക, ഏത് സംസ്ഥാനം എങ്ങനെയാക്കുന്നൊക്കെ ആലോചിച്ചപ്പോൾ നമ്മുടെ അന്നത്തെ നേതാക്കന്മാർ കണ്ടുപിടിച്ച ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്, നമുക്ക് സംസ്ഥാനങ്ങളെ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്പ്ലിറ്റ് ചെയ്യാം, ഭാഷയുടെ അടിസ്ഥാനത്തിൽ സ്പ്ലിറ്റ് ചെയ്യാമെന്നാണ് എന്ത് ചെയ്യുന്നത്, തീരുമാനിക്കുന്നത്. അങ്ങനെ തെലുങ്ക് സംസാരിക്കുന്നവരുടെ സംസ്ഥാനമായി മാറിയ സ്ഥലമായിരുന്നു ഏതെന്ന് പറയുന്നത്, ആന്ധ്ര എന്ന് പറയുന്നത്. അങ്ങനെ ആന്ധ്ര എന്ന് പറയുന്ന സംസ്ഥാനം 1953 ഒക്ടോബർ 1-ാം തീയതി എന്ത് ചെയ്യുന്നുണ്ട്, നിലവിൽ വരുന്നുണ്ട്. ഇത് നിലവിൽ വരുന്നത് വലിയൊരു സമരത്തിന്റെ റിസൾട്ട് ആയിട്ടാണ്. അന്ന് പോറ്റി ശ്രീരാമലു എന്ന് പറയുന്ന വളരെ വിഖ്യാതനായ അന്നത്തെ ഒരു ആന്ധ്രയുടെ നേതാവ് എന്ത് ചെയ്യുന്നത്, നിരാഹാര സമരം കടക്കുകയും അദ്ദേഹം അതിൽ മരണപ്പെടുകയും പിന്നീട് സമരം ഭയങ്കരമായി കനക്കുകയും ചെയ്തപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, അന്ന് ആന്ധ്ര സംസ്ഥാനം നിലവിൽ വരുന്നത്. ഈ പോറ്റി ശ്രീരാമലുവിന്റെ മരണമാണ് ഒരു തരത്തിൽ ആന്ധ്ര എന്ന് പറയുന്ന സംസ്ഥാന രൂപീകരണത്തിന് എന്താവുന്നത്, കാരണമാവുന്നത്. അങ്ങനെ മരിച്ച ഈ പോറ്റി ശ്രീരാമലുവിനെ നമ്മളെല്ലാവരും വിളിക്കുന്നത് അമരജീവി എന്നാണ്. അപ്പോൾ പലപ്പോഴും വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അങ്ങനെയും ചോദിക്കാം. എഗെയിൻ ഒരു PSC ക്വസ്റ്റൻ ഒക്കെ ആയിട്ട് ചോദിക്കാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു കാര്യമാണ്. അമരജീവി എന്ന് വിളിപ്പേരുള്ള വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, പോറ്റി ശ്രീരാമലു എന്ന് പറയുന്നത്. പക്ഷെ പിന്നീട് കാലങ്ങൾ കഴിഞ്ഞു പോയപ്പോൾ ഈ വെറും ആന്ധ്ര മാറി എന്തായി, ആന്ധ്രാപ്രദേശ് എന്ന് മാറി. അതായത് അതിർത്തിയിലൊക്കെ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ചില മാറ്റങ്ങളോടുകൂടി ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനം രൂപീകരിക്കുന്നത്. നമ്മുടെ കേരളമൊക്കെ രൂപീകരിക്കപ്പെടുന്ന അതേ ദിവസം തന്നെയാണ്, നവംബർ 1, 1956 എന്ത് ചെയ്യുന്നത്, ഇത് രൂപീകരിക്കുന്നത്. ആന്ധ്രാപ്രദേശ് രൂപീകരിച്ചതോ ഡേറ്റ് അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഈ പോറ്റി ശ്രീരാമലു എന്ന് പറയുന്ന പേര് നിങ്ങൾ ഓർക്കണം. ഒപ്പം തന്നെ RRBയുടെ ഒരു സ്ഥിരം ക്വസ്റ്റൻ ആണ്, വിച്ച് ഈസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഫോംഡ് ഓൺ ലിംഗ്വിസ്റ്റിക് ബേസിസ്. അവിടെ പലപ്പോഴും ഓപ്ഷനിൽ ആന്ധ്രാപ്രദേശ് തന്നെ കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തെറ്റായിട്ട് ഞാൻ പറയുന്നില്ല, പക്ഷെ കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇന്ന് നമ്മൾ കാണുന്ന ആന്ധ്രാപ്രദേശ് അല്ല. അന്നത്തെ ശരിക്കുള്ള ഉത്തരം എന്ന് പറയുന്നത് ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യത്തെ സംസ്ഥാനം ഏത് തന്നെയാണ്, ആന്ധ്രയാണ് എന്നുള്ളത് കൂടെ ഓർത്തു വയ്ക്കുക. ഇനി ഈ ആന്ധ്രാപ്രദേശിന് ഒരുപാട് വിളിപ്പേരുകളുണ്ട്. എഗ് ബൗൾ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ മുട്ടപ്പാത്രം എന്ന് വിളിക്കുന്നത് ആരെയാണ്, ആന്ധ്രാപ്രദേശിനെയാണ്. അതുപോലെ കോഹിനൂർ ഓഫ് ഇന്ത്യ, നമുക്കറിയാം നമ്മുടെ കോഹിനൂർ ഡയമണ്ട്. ഈ കോഹിനൂർ ഡയമണ്ട് കിട്ടുന്നത് ആക്ച്വലി ഈ ഹൈദരാബാദിന് അടുത്തുള്ള ഗോൽക്കൊണ്ട എന്ന് പറയുന്ന ഭാഗത്ത് നിന്നാണ്. പക്ഷെ എന്നാലും കാലങ്ങളായി വിളിച്ചു വന്നതുകൊണ്ടായിരിക്കാം ഇന്ത്യയുടെ കോഹിനൂർ ഡയമണ്ട് അറിയാലോ, ഏകദേശം 1.5 ലക്ഷം കോടി ഡോളറൊക്കെ ഇന്ന് വിലയുള്ള ഒരു 1.5 ലക്ഷം കോടി ഡോളറൊക്കെ വിലയുള്ള ഒരു ഡയമണ്ടാണ്. ലോകത്തിൽ ഇന്ന് വരെ കണ്ടെടുത്തിൽ ഏറ്റവും വില കൂടിയ ഡയമണ്ടാണ് ഏതെന്ന് പറയുന്നത്, ഈ കോഹിനൂർ ഡയമണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ കോഹിനൂർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ്, നമ്മുടെ ഇന്നത്തെ ആന്ധ്രാപ്രദേശാണ്. ഗ്രാനറി ഓഫ് സൗത്ത് ഇന്ത്യ, ദക്ഷിണ ഇന്ത്യയുടെ നെല്ലറ അല്ലെങ്കിൽ ദക്ഷിണ ഇന്ത്യയുടെ ധാന്യപ്പുര എന്നും അറിയപ്പെടുന്ന ഏത് തന്നെയാണ്, ഈ ആന്ധ്രാപ്രദേശാണ്. മാത്രമല്ല കടൽ തീരം, ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള 2ാമത്തെ സംസ്ഥാനം, ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഗുജറാത്താണ്. അതിനെപ്പറ്റി നമുക്ക് എന്ത് ചെയ്യാം, വഴിയെ G ഉള്ള സംസ്ഥാനങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാം. പക്ഷേ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ഇന്ത്യയിലെ 2ാമത്തെ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അതും ഏത് തന്നെയാണ്, അത് നമ്മുടെ ആന്ധ്രാപ്രദേശ് തന്നെയാണ്. അപ്പോൾ ആന്ധ്രാപ്രദേശിനെ പറ്റി വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അമരാവതിയാണ് അതിൻ്റെ തലസ്ഥാനം. ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊള്ളുന്ന ആദ്യത്തെ സംസ്ഥാനമാണ്. പോറ്റി ശ്രീരാമലു എന്ന് പറയുന്ന ഒരു വ്യക്തി സമരം ചെയ്യുകയും
കിടക്കുകയും നിരാഹാര സമരം കിടക്കുകയും അതിൻ്റെ ഭാഗമായി അദ്ദേഹം മരിക്കുകയും ചെയ്യുന്നതിനെ തുടർന്നാണ് ആന്ധ്ര എന്ന് പറയുന്ന തെലുങ്ക് സംസാരിക്കുന്ന ഒരു സംസ്ഥാനം രൂപീകരിക്കപ്പെടുന്നത്. ഈ പോറ്റി ശ്രീരാമുലു അമരജീവി എന്നറിയപ്പെടുന്നു. ആന്ധ്രാപ്രദേശ് പിന്നീട് ചില മാറ്റങ്ങളോടുകൂടി രൂപീകരിക്കുന്നത് November 1, 1956 ഇന്ത്യയുടെ മുട്ടപ്പാത്രം അഥവാ എഗ് ബൗൾ ഓഫ് ഇന്ത്യ, കോഹിനൂർ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ കോഹിനൂർ, അതുപോലെ ദക്ഷിണേന്ത്യയുടെ ധാന്യപുര എന്നെല്ലാം അറിയപ്പെടുന്ന ഏതാണ്? ആന്ധ്രയാണ്. മാത്രമല്ല ഏറ്റവും കൂടുതൽ കടൽത്തീരുള്ള ഇന്ത്യയിലെ രണ്ടാമത്തെ സംസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്നതും കൂടെ എന്ത് ചെയ്യുക, നിങ്ങൾ ഓർത്തുവെക്കുക. കഴിഞ്ഞില്ല, ഇനിയും ആന്ധ്രയെ പറ്റി പഠിക്കാനുണ്ട്. ആന്ധ്രയെ പറ്റി പഠിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് സതീഷ് ധവാൻ സ്പേസ് സെന്റർ. എവിടെയാണ് ഇന്ത്യയുടെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ സിറ്റുവേറ്റ് ചെയ്യുന്നത്? SDSC. ഇതാണ് ഇന്ത്യയുടെ സ്പേസ് പോർട്ട് എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ സ്പേസ് പോർട്ട് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഈ സതീഷ് ധവാൻ സ്പേസ് സെന്റർ ആണ്. അവിടുത്തെ ശ്രീഹരിക്കോട്ടയാണ്. ഈ ശ്രീഹരിക്കോട്ടയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇന്ത്യയിലെ ഒരേ ഒരു ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമാണ് ഏതെന്ന് പറയുന്നത്? ശ്രീഹരിക്കോട്ട എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നു? സ്പേസ് പോർട്ട് ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നു. സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ ഭാഗമാണ് ഏതെന്ന് പറയുന്നത്? ഈ പറയുന്ന ശ്രീഹരിക്കോട്ട എന്ന് പറയുന്നത്. ഫിസിക്സ് പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടാവും, ഗ്രാവിറ്റിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലം ആയതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ ശ്രീഹരിക്കോട്ട ചൂസ് ചെയ്തിട്ടുള്ളത്. സോ എന്തായാലും നിങ്ങളിപ്പോൾ തൽക്കാലം ഇവിടെ ഇന്ത്യ ഫാക്സിലെ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്പേസ് പോർട്ട് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സതീഷ് ധവാൻ സ്പേസ് സെന്റർ ഉള്ളത് എവിടെ തന്നെയാണ്? ഈ പറയുന്ന ആന്ധ്രയിൽ തന്നെയാണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനൊക്കെ ഇന്നിപ്പോൾ നമുക്ക് നന്നായിട്ട് അറിയുന്നതാണ്. അങ്ങനെ ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയിട്ട് വരുന്നത് ആന്ധ്ര ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. പിന്നീട് അത് ഏത് പേരിൽ അറിയപ്പെടാൻ തുടങ്ങി? ഡോക്ടർ BR അംബേദ്കർ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. സോ ഇന്ത്യയിലെ ഇപ്പോൾ ഇഗ്നോ ഒക്കെ നമുക്കറിയാം അല്ലെ, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ അതിനെല്ലാം മുമ്പ് രൂപീകരിക്കപ്പെട്ട ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ഏതെന്ന് പറയുന്നത്? ആന്ധ്ര ഓപ്പൺ യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ ഡോക്ടർ BR അംബേദ്കർ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇനി ആന്ധ്രയിലെ വളരെ പ്രശസ്തമായ 2 അമ്പലങ്ങളാണ്. ഒന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, തിരുപ്പതി ക്ഷേത്രം അല്ലെ. തിരുപ്പതി വെങ്കടാചലപതി അറിയാത്ത ആളുകൾ എന്ത് ചെയ്യുന്നുണ്ടാവില്ല? ഇന്ത്യയിൽ തന്നെ ഉണ്ടാവില്ല. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അമ്പലമാണ് ശ്രീ കാളഹസ്തി ടെമ്പിൾ എന്ന് പറയുന്നത്. തിരുപ്പതി വെങ്കടാചലപതിയുടെ ക്ഷേത്രവും അതുപോലെ തന്നെ ശ്രീ കാളഹസ്തി ക്ഷേത്രവും എവിടെ തന്നെയാണ്? ആന്ധ്രയിൽ തന്നെയാണ് എന്ന് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ ആന്ധ്രയിൽ പണ്ട് ഒരുപാട് ബുദ്ധമത പഠന കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഇപ്പോഴത്തെ അല്ല ഞാൻ പറയുന്നത്, ഒരു ആൻഷ്യൻ ഇന്ത്യ, മെഡീവൽ ഇന്ത്യ ഒക്കെ നമ്മൾ എടുക്കുമ്പോൾ ഒരുപാട് വിദേശികൾ വന്ന് ബുദ്ധമതത്തെ പറ്റി പഠിക്കുകയും ബുദ്ധമതത്തെ പറ്റി പഠിക്കാനുള്ള വളരെ ആക്റ്റീവായിട്ടുള്ള കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ആന്ധ്ര. ഇന്നിപ്പോൾ നമുക്ക് അങ്ങനെ കാണുന്നില്ല. ഇന്ന് ബേസിക്കലി ബുദ്ധമതം തന്നെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും അല്ലെങ്കിൽ മിക്ക ഭാഗത്തും ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. എന്നാൽ പണ്ട് കാലത്ത് വളരെ ആക്റ്റീവ് ആയിരുന്ന ഒരു ബുദ്ധമത പഠന കേന്ദ്രമായിരുന്നു ആന്ധ്ര എന്ന് പറയുന്നത്. ടു ബി സ്പെസിഫിക്, അവിടുത്തെ നാഗാർജുന കൊണ്ട എന്ന് പറയുന്ന സ്ഥലം എന്താണ്? വളരെ പ്രശസ്തമായ ഒരു ബുദ്ധമത കേന്ദ്രമാണ്. ഇനി ആന്ധ്രയിൽ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ടൊബാക്കോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുകയില പ്രൊഡ്യൂസ് ചെയ്യുന്ന സംസ്ഥാനമാണ് എന്ന് പറയുന്നത്? ആന്ധ്ര എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സെൻട്രൽ ടൊബാക്കോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കേരള PSC പലപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ്. സെൻട്രൽ ടൊബാക്കോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ആ ഒരു കേന്ദ്രം സിറ്റുവേറ്റ് ചെയ്യുന്ന എവിടെയാണ്? ആന്ധ്രയിലെ രാജ്മുന്ദ്രി എന്ന് പറയുന്ന സ്ഥലത്താണ്. രാജ്മുന്ദ്രിയിലാണ് സെൻട്രൽ ടൊബാക്കോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടൊബാക്കോ പ്രൊഡക്ഷൻ ഇന്ത്യയിൽ ആരാണ്? ആന്ധ്രയിലാണ്. അതുപോലെ സെൻട്രൽ സാൻസ്ക്രിറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് സിറ്റുവേറ്റ് ചെയ്യുന്നത് തിരുപ്പതിയിലാണ്. കേന്ദ്ര സംസ്കൃത ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് തിരുപ്പതിയിലാണെന്ന് ഓർത്തു വയ്ക്കുക. അതുപോലെ ആന്ധ്രയിലെ ഒരു സ്ഥലമാണ് കാക്കിനാഡ എന്ന് പറയുന്നത്. ഈ കാക്കിനാഡ ഒരുപാട് ഫെർട്ടിലൈസർ കമ്പനികളുള്ള ഒരു സ്ഥലമാണ്, ഒരുപാട് വളങ്ങളുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഫെർട്ടിലൈസർ സിറ്റി എന്ന് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ കാക്കിനാടയെ വിളിക്കുന്നുണ്ട്. ഒപ്പം തന്നെ രണ്ടാമത്തെ മദ്രാസ് എന്ന അർത്ഥത്തിൽ സെക്കൻഡ് മദ്രാസ് എന്നുള്ള പേരിലും എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ ഈ കാക്കിനാടയെ വിളിക്കാറുണ്ട്. അതുപോലെ നമുക്കറിയാം ആന്ധ്രയിലെ വളരെ പ്രശസ്തമായ പോർട്ടാണ് ഇതെന്ന് പറയുന്നത് വൈസാഗ്, അല്ലെങ്കിൽ പണ്ട് നമ്മൾ വിശാഖപട്ടണം എന്നൊക്കെ വിളിച്ചിരുന്ന സ്ഥലം എന്ന് പറയുന്നത്. ഇവിടെ തന്നെയാണ് ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡും അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ സബ് മറൈൻ മ്യൂസിയം ഉള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ സബ്മറൈൻ മ്യൂസിയവും അതുപോലെ ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡും പോർട്ടൊക്കെ ഉള്ളത് വൈസാഗിലാണ്. ഈ സബ്മറൈൻ മ്യൂസിയം ഒരുപാട് കാലമായിട്ടില്ല ഓപ്പൺ ആയിട്ട്, അതായത് അത്യാവശ്യം റീസെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക? അതൊന്ന് ഓർത്തു വയ്ക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ സബ്മറൈൻ മുങ്ങിക്കപ്പൽ മ്യൂസിയം സിറ്റുവേറ്റ് ചെയ്യുന്ന എവിടെയാണ്? വൈസാഗിലാണ് എന്ന് എന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കുക. അടുത്തത് കൊല്ലേരു എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ശുദ്ധജല തടാകങ്ങളിലെ ഏറ്റവും വലുതുകളിൽ ഒന്നായിട്ടുള്ള വൺ ഓഫ് ദ ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്സ് ഇൻ ഇന്ത്യ ആയിട്ടുള്ള കൊല്ലേരു എവിടെയാണുള്ളത്? ആന്ധ്രയിലാണുള്ളത്. അതുപോലെ കൃഷ്ണ നദിക്ക് കുറുകെയുള്ള ഒരു ഡാമാണ് നാഗാർജുന സാഗർ ഡാം എന്ന് പറയുന്നത്. മക്കളെ എനിക്കറിയാം ഞാൻ വെറുതെ ഇങ്ങനെ ഫാക്ട്സ് പറഞ്ഞു പോവാണ്, പക്ഷേ ഇത് മനസ്സിലാക്കി പഠിപ്പിക്കാനോ തിയറി വെച്ച് അതിൻ്റെ കോൺസെപ്റ്റ് വെച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാനൊന്നുമില്ല. ഇവിടെ ഇന്ന സാധനം ഉണ്ട്, ഇന്ന ആൾ ഇവിടത്തെയാണ്, ഇന്ന കാര്യം ഈ സ്ഥലത്ത് ബിലോങ് ചെയ്യുന്നതാണ്, ഇതിന് ഇങ്ങനെ ഒരു വിളിപ്പേരുണ്ട് എന്ന് പറഞ്ഞ് പഠിപ്പിക്കാനല്ലാതെ എന്തില്ല, ഇതിൽ എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞു തരാനില്ല. സോ ഞാൻ ഡാറ്റയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ഡാറ്റ എന്നുള്ള രീതിയിൽ തന്നെ, അതായത് മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ പെറുക്കിയെടുത്ത് അതുപോലെ തന്നെ ഇനി ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പോയിന്റ്സ് രൂപേണ പറഞ്ഞു
തരിക, അതിനുള്ളൊരു സോഴ്സ് ആയിട്ട് മാത്രം എന്ത് ചെയ്യുക, ഈ ക്ലാസ് കാണുക. അത് സ്റ്റാറ്റിക് ജി കെ ആണ്. സ്റ്റാറ്റിക് ജി കെ എന്ന് പറയും നമ്മൾ ചത്ത ജി കെ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, മലയാളത്തിൽ പറയാൻ പറ്റും അല്ലേ, ഒരു ലിറ്ററൽ ട്രാൻസ്ലേഷൻ എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഇനി നാഗാർജുന സാഗർ ഡാമിൽ കൃഷ്ണ റിവറിന് കുറുകയാണെന്ന് നമ്മൾ പറഞ്ഞു. ദക്ഷിണ ഗംഗ എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്നത് ഗോദാവരിയാണ്. ദക്ഷിണ ഗംഗ എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്നത് ഗോദാവരിയാണ്. ഇത് രണ്ട് ഉത്തരമുള്ളൊരു ചോദ്യമാണ്. ദക്ഷിണ ഗംഗ എന്ന് പറയുന്നത് SSCO RRBയോ ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒഫീഷ്യൽ ആൻസർ കീ അനുസരിച്ച് അവർ തന്നെ പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിട്ട് വരുമ്പോൾ അതിന്റെ ഉത്തരം ഗോദാവരിയാണ്. RRB ഒക്കെ എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിവേഴ്സ് ഈസ് നോൺ ആസ് ദക്ഷിണ ഗംഗ. അതേസമയം ഇത് കേരള PSC ആണ് ചോദിക്കുന്നെങ്കിൽ അവിടെ നിങ്ങൾ ഗോദാവരി എന്ന് മാർക്ക് ചെയ്യരുത്. കേരള PSCയുടെ ആൻസർ കാവേരിയാണ്. അത് എന്തുകൊണ്ടാണ് രണ്ടെണ്ണം വേറെ വേറെ വരുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ രണ്ടും രണ്ട് ആൻസർ തന്നെയാണ്. കേരള PSCയുടെ ഒഫീഷ്യൽ ആൻസർ കീ വെച്ചിട്ട് അത് കാവേരിയാണ്. മാറിപ്പോവാതിരിക്കാനായിട്ട് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി, കേരള PSCയിലും കെ ഉണ്ട്, കാവേരിയിലും കെ ഉണ്ട്. അപ്പോൾ ദക്ഷിണ ഗംഗ കേരള PSC ആണെങ്കിൽ കാവേരിയും, SSC അല്ലെങ്കിൽ RRB ആണെങ്കിൽ അത് എന്താണ്, ഗോദാവരിയാണെന്നും ഓർത്തു വെക്കുക. ഇനി ആന്ധ്രാപ്രദേശിന്റെ തനത് നൃത്തരൂപമാണ് കുച്ചിപ്പുടി എന്ന് പറയുന്നത്. അവിടുത്തെ ഒരു ഗ്രാമത്തിന്റെ പേര് തന്നെയാണ്, അവരുടെ ഒരു ഡാൻസ് ആണ് ഇതെന്ന് പറയുന്നത്, കുച്ചിപ്പുടി എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൈഗർ റിസർവ് ആയിട്ടുള്ള നാഗാർജുന സാഗർ ശ്രീ ശൈലം ടൈഗർ റിസർവ്. നാഗാർജുന സാഗർ ഡാം ഓൾറെഡി നമ്മൾ കൃഷ്ണ റിവറിന് കുറുകെ ആന്ധ്രയിലാണെന്ന് പറഞ്ഞില്ലേ, അതേ പേരിൽ അപ്പോൾ ഒരു ടൈഗർ റിസർവ് ഉണ്ടെങ്കിൽ, കടുവ സങ്കേതം ഉണ്ടെങ്കിൽ അതും അവിടെ തന്നെയല്ലേ വരേണ്ടത്. അത് എന്തുകൂടിയാണെന്ന് ഓർത്തു വെക്കുക, ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൈഗർ റിസർവ് ആണെന്ന് കൂടെ എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. അതുപോലെ തന്നെ പുലിക്കാത്ത് ബേർഡ് സാഞ്ചുറി, അങ്ങനെ ഒന്നും ആയിരിക്കില്ല ചിലപ്പോൾ വായിക്കുന്നുണ്ടാവുക, സ്പെല്ലിംഗ് കറക്റ്റ് ആണ്, അങ്ങനെ നിങ്ങൾ ഓർത്തോളൂ. പുലിക്കാത്ത് ബേർഡ് സാഞ്ചുറി, ശ്രീ വെങ്കടേശ്വര നാഷണൽ പാർക്ക്, പാപികൊണ്ട വൈൽഡ് ലൈഫ് സാഞ്ചുറി. ഈ പാപികൊണ്ടയൊക്കെ എപ്പോഴും ചോദിക്കാറുള്ള വൈൽഡ് ലൈഫ് സാഞ്ചുറീസിൽ ഒന്നാണ്. ഇത് മൂന്നും എവിടെയാണ് വരുന്നത്, ആന്ധ്രയിലാണ് വരുന്നത്. പുലിക്കാത്ത് ബേർഡ് സാഞ്ചുറി, ശ്രീ വെങ്കടേശ്വര നാഷണൽ പാർക്ക്, അതുപോലെ പാപികൊണ്ട വൈൽഡ് ലൈഫ് സാഞ്ചുറി എവിടെയാണ്, നമ്മുടെ ആന്ധ്രയിലാണെന്നുള്ളത് ഓർത്തു വെക്കുക. അതുപോലെ ആന്ധ്രാപ്രദേശിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ആയിരുന്നു ടി പ്രകാശം. ഒരു പേര് നമ്മൾ പറഞ്ഞത് പോറ്റി ശ്രീരാമലു നിരാഹാര സത്യാഗ്രഹം കടന്ന കഥയാണ്. അതല്ലാതെ ആന്ധ്രയുടെ ആദ്യത്തെ, ആന്ധ്രാപ്രദേശിനല്ല, ആന്ധ്രയുടെ ആദ്യത്തെ CM ആയിരുന്നു ടി പ്രകാശം. ഇദ്ദേഹം ആന്ധ്ര സിംഹം അല്ലെങ്കിൽ ആന്ധ്ര കേസരി എന്ന പേരിൽ എന്ത് ചെയ്യുന്നുണ്ട്, അറിയപ്പെടുന്നുണ്ട്. അതുപോലെ ആന്ധ്ര ഭോജൻ എന്ന് അറിയപ്പെട്ടിരുന്ന വിജയനഗര സാമ്രാജ്യത്തിലെ രാജാവായിരുന്നു ആരെന്ന് പറയുന്നത്, കൃഷ്ണദേവരായൻ എന്ന് പറയുന്നത്. ആന്ധ്ര ഭോജൻ എന്നറിയപ്പെടുന്ന രാജാവായിരുന്നു ആരെന്ന് പറയുന്നത്, കൃഷ്ണദേവരായൻ എന്ന് പറയുന്നതും കൂടി എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. അപ്പോൾ ആന്ധ്രയെ പറ്റി കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ഒന്നുകൂടെ പെട്ടെന്ന് റിവൈസ് ചെയ്ത് തരാം. വെറും ഫാക്ട്സ്, വേറെ ഒന്നും ഇതിനകത്ത് എനിക്ക് പറയാനില്ല. ഇപ്പോഴത്തെ ക്യാപിറ്റൽ അമരാവതി, ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യത്തെ സംസ്ഥാനമാണ് ആന്ധ്ര എന്ന് പറയുന്നത്. പോറ്റി ശ്രീരാമലു എന്ന പേരിൽ അറിയപ്പെടുന്ന, പോറ്റി ശ്രീരാമലു എന്ന ആള് അമരജീവി എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ നിരാഹാര സമരത്തിന്റെ ഫലമായിട്ടാണ് ആന്ധ്ര എന്ന് പറയുന്ന സംസ്ഥാനം രൂപീകരിക്കുന്നത്. പിന്നീട് നവംബർ 1, 1956 ആന്ധ്രാപ്രദേശായിട്ട് മാറി. എഗ് ബൗൾ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ മുട്ടപ്പാത്രം. കോഹിനൂർ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ കോഹിനൂർ. ഗ്രാനറി ഓഫ് സൗത്ത് ഇന്ത്യ, ദക്ഷിണ ഇന്ത്യയുടെ ധാന്യപുര. സ്റ്റേറ്റ് വിത്ത് സെക്കൻഡ് ലോങ്സ്റ്റ് കോസ്റ്റ് ലൈൻ, ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ഇന്ത്യയിലെ രണ്ടാമത്തെ സംസ്ഥാനം. ഇതിനെല്ലാം ഉത്തരമായിട്ട് പറയേണ്ടത് ആന്ധ്രാപ്രദേശാണ്. സതീഷ് ധവാൻ സ്പേസ് സെന്റർ അവിടെ ഉണ്ട്. അത് ശ്രീഹരിക്കോട്ട് ഉണ്ട്. സ്പേസ് പോർട്ട് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു. ഇന്ത്യയുടെ ഒരേ ഒരു ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ആന്ധ്ര ഓപ്പൺ യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ ഇപ്പോൾ അറിയപ്പെടുന്ന ഡോക്ടർ BR അംബേദ്കർ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആന്ധ്രയിലാണ് തുടങ്ങുന്നത്. തിരുപ്പതിയും ശ്രീകാളഹസ്തി ടെമ്പിളും ആന്ധ്രയിലെ രണ്ട് പ്രശസ്തമായ അമ്പലങ്ങളാണ്. നാഗാർജുന കൊണ്ട് അവിടുത്തെ വളരെ പ്രശസ്തമായ ഒരു ബുദ്ധിസ്റ്റ് സൈറ്റ് ആണ്. ഏറ്റവും കൂടുതൽ ടൊബാക്കോ, പുകയില പ്രൊഡ്യൂസ് ചെയ്യുന്ന സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ സെൻട്രൽ ടൊബാക്കോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത് ആന്ധ്രയിലെ ഒരു സ്ഥലമായിട്ടുള്ള രാജമുന്ദ്രയിലാണ്. സെൻട്രൽ സാൻസ്ക്രിറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത് തിരുപ്പതിയിലാണ്. രണ്ടാമത്തെ മദ്രാസ് അല്ലെങ്കിൽ ഫെർട്ടിലൈസർ സിറ്റി എന്നൊക്കെ അറിയപ്പെടുന്ന കാക്കിനാടയാണ്. വൈസാഗ് അവിടുത്തെ വളരെ പ്രശസ്തമായ ഒരു പോർട്ടാണ്. ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് അവിടെയാണ് വരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സബ്മറൈൻ മ്യൂസിയം എവിടെ തന്നെയാണ്, വൈസാഗിലാണ് വരുന്നത്. പിന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫ്രഷ് വാട്ടർ ലേക്സിൽ ഒന്നായിട്ടുള്ള കൊല്ലേരു ആന്ധ്രയിലാണ്. നാഗാർജുന സാഗർ ഡാം ഉണ്ട്, അത് കൃഷ്ണ നദിക്ക് കുറുകെയാണ്. ദക്ഷിണ ഗംഗ എന്നുള്ളത് SSCO RRB ചോദിച്ചാൽ ഗോദാവരി എന്നും, കേരള PSC ചോദിച്ചു കഴിഞ്ഞാൽ അത് കാവേരി എന്നും നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ആന്ധ്രയുടെ നൃത്തരൂപം കുച്ചിപ്പുടിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൈഗർ റിസർവ് ആയിട്ടുള്ള നാഗാർജുന സാഗർ ശ്രീശൈലം ടൈഗർ റിസർവ് ആന്ധ്രയിലാണ് വരുന്നത്. പുലിക്കാത്ത് ബേർഡ് സാഞ്ചുറി, ശ്രീ വെങ്കടേശ്വര നാഷണൽ പാർക്ക്, പാപികൊണ്ട വൈൽഡ് ലൈഫ് സാഞ്ചുറി വരുന്നതും ആന്ധ്രയിൽ തന്നെയാണ്. ആന്ധ്രയുടെ ആദ്യത്തെ മുഖ്യമന്ത്രിയുടെ പേര് ടി പ്രകാശം എന്നാണ്. അദ്ദേഹം ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നു. ആന്ധ്ര ഭോജൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്, കൃഷ്ണദേവരായനാണെന്ന് കൂടി എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തു വയ്ക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് അടുത്ത ആൽഫബറ്റിക്കൽ ഓർഡറിൽ വരുന്ന സംസ്ഥാനമായിട്ടുള്ള അരുണാചൽ പ്രദേശിനെ പറ്റിയാണ് എന്ത് ചെയ്യാനുള്ളത്, ഇനി നമുക്ക് നോക്കാനുള്ളത്. അരുണാചൽ പ്രദേശിനെ പറ്റി പറയുമ്പോൾ ആദ്യം നമ്മൾ നോക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത്, അരുണാചൽ പ്രദേശ് രൂപീകരിക്കപ്പെടുന്നത് ഫെബ്രുവരി 20, 1987 അതിനു മുമ്പ് വരെ ഈ അരുണാചൽ പ്രദേശുള്ള ഭാഗം അറിയപ്പെട്ടിരുന്നത് NEFA അഥവാ നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ഏജൻസി എന്നാണ്. അരുണാചൽ പ്രദേശിന്റെ പഴയ പേര് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല, പക്ഷെ എന്നിരിക്കലും ഓർത്തു വെക്കുക, നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ഏജൻസി എന്നറിയപ്പെടുന്ന ഭാഗമാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്, നമുക്കിന്ന് എല്ലാവർക്കും അറിയുന്ന അരുണാചൽ പ്രദേശായിട്ട് മാറുന്നത്. അരുണാചൽ
അരുണാചൽ പ്രദേശിന്റെ ക്യാപിറ്റൽ സിറ്റി, അരുണാചൽ പ്രദേശിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? അത് ഇറ്റാനഗറാണ്. അരുണാചൽ പ്രദേശിന്റെ തലസ്ഥാനം ഇറ്റാനഗറാണ്. അരുണാചൽ പ്രദേശിന് 3 രാജ്യങ്ങളുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്. ചൈനയുമായിട്ടുണ്ട്, മ്യാൻമറുമായിട്ടുണ്ട്, അതുപോലെ ഭൂട്ടാനുമായിട്ടും ബൗണ്ടറി ഷെയർ ചെയ്യുന്ന, അതിർത്തി ഷെയർ ചെയ്യുന്ന സംസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത്? അരുണാചൽ പ്രദേശ് എന്ന് പറയുന്നത്. ഭൂട്ടാനുമായും ചൈനയുമായും മ്യാൻമറുമായും അങ്ങനെ 3 രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത്? അരുണാചൽ പ്രദേശ് എന്ന് പറയുന്നത്. അരുണാചലിന്റെ സ്റ്റേറ്റ് ബേർഡ് ഗ്രേറ്റ് ഹോൺബില്ലാണ്. ഞാൻ എല്ലാത്തിനും സ്റ്റേറ്റ് ബേർഡ് പഠിപ്പിക്കില്ല, പക്ഷേ ഇത് കേരള PSCയുടെ പെർസ്പെക്റ്റീവിൽ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ എന്ത് ചെയ്തേക്കാം, ഈ മലമുഴക്കി വേഴാമ്പൽ എന്ന് പറയുന്നത് നമ്മുടെയും കൂടെ ഔദ്യോഗിക പക്ഷി ആയതുകൊണ്ട്, സംസ്ഥാന പക്ഷി ആയതുകൊണ്ട് ഒരു പക്ഷേ എന്ത് ചെയ്തേക്കാം, ചോദിച്ചേക്കാം. അതുകൊണ്ടാണ് ഞാൻ ആ പോയിന്റോടെ എക്സ്ട്രാ പഠിപ്പിക്കുന്നത്. അരുണാചൽ പ്രദേശിന്റെ സ്റ്റേറ്റ് ബേർഡ് ആണ് ഇതെന്ന് പറയുന്നത് ഗ്രേറ്റ് ഹോൺബിൽ എന്ന് പറയുന്നതെന്ന് കൂടി എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള 2-3 പോയിന്റ് പറഞ്ഞുള്ളൂ. അരുണാചൽ പ്രദേശ് രൂപീകരിക്കപ്പെടുന്നത് ഫെബ്രുവരി 20, 1987 അതിന് മുമ്പ് വരെ അവർ NEFA, നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ഏജൻസി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. തലസ്ഥാനം ഇറ്റാനഗറാണ്. ഭൂട്ടാൻ, ചൈന, മ്യാൻമർ എന്നീ സംസ്ഥാനങ്ങളുമായി എന്ത് ചെയ്യുന്നു? ബൗണ്ടറി ഷെയർ ചെയ്യുന്നു. ഇതിന്റെ പഴയ പേര് NEFA എന്നായിരുന്നു. സംസ്ഥാന പക്ഷി ഏതാണ്? മലമുഴക്കി വേഴാമ്പലാണെന്നും അറിയുക. ഇനി അരുണാചൽ പ്രദേശിനുള്ള കുറച്ച് വിളിപ്പേരുകളാണ്. ഓർക്കിഡ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഓർക്കിഡ് സംസ്ഥാനം എന്നറിയപ്പെടുന്ന ഏതാണ്? നമ്മുടെ അരുണാചൽ പ്രദേശാണ്. അതുപോലെ തന്നെ ബോട്ടണിസ്റ്റിന്റെ പാരഡൈസ്, കാരണം അത്രയും വിപുലമായ എന്താ പറയുക, അതിൽ വെറൈറ്റീസ് ഉള്ളതുകൊണ്ട്, ഒരുപാട് തരത്തിലുള്ള സസ്യങ്ങൾ ഉള്ളതുകൊണ്ട്, ബോട്ടണി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം സ്റ്റഡി ഓഫ് പ്ലാന്റ്സ് ആണ് അല്ലേ? അതുകൊണ്ട് തന്നെ ബോട്ടണിസ്റ്റുകളുടെ പറുദീസ അല്ലെങ്കിൽ ബോട്ടണിസ്റ്റുകളുടെ സ്വർഗം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഇതെന്ന് പറയുന്നത് അരുണാചൽ പ്രദേശ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ലാൻഡ് ഓഫ് റൈസിങ്സ് ആണ്. ഉദയസൂര്യന്റെ നാട് ജപ്പാനാണ്, പക്ഷെ ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ പറയുന്ന സമയത്ത് ഇന്ത്യയിലെ ഉദയസൂര്യന്റെ നാടെന്ന് പറയുന്നത് ഏതാണ്? അരുണാചലാണ്. ഏറ്റവും ആദ്യം സൂര്യോദയം ഉണ്ടാവുന്ന എവിടെയാണ്? ഇന്ത്യയിൽ അരുണാചലിലായതുകൊണ്ട് ലാൻഡ് ഓഫ് റൈസിങ്സ് എന്നറിയപ്പെടുന്നത് ഏതാണ്? അരുണാചലാണ്. അതുപോലെ തന്നെ കാട്ടുപോത്തിന്റെ ബേസ് ചെയ്തിട്ടുള്ള നാഷണൽ റിസർച്ച് സെന്റർ ഓൺ യാക്ക്, നാഷണൽ റിസർച്ച് സെന്റർ ഓൺ യാക്ക്, കാട്ടുപോത്തല്ല, ആ ഒരു എന്താ പറയുക, അതിൻ്റെ എക്സാക്ട് മലയാളം യാക്കിനുണ്ടോ എന്ന് എനിക്കറിയില്ല, നമ്മൾ യാക്കെന്ന് തന്നെയാണ് പറയാറുള്ളത്. ആ ഒരു നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവില്ല, ആ മഞ്ഞുള്ള സ്ഥലങ്ങളൊക്കെ നല്ല ഹെവി ആയിട്ട് കാട്ടുപോത്തിനേക്കാളൊക്കെ വലിപ്പത്തിൽ ഒരു വെള്ളയും കറുപ്പൊക്കെ മിക്സ് ആയിട്ടുള്ളത്. അപ്പോൾ യാക്കിലുള്ള നാഷണൽ റിസർച്ച് സെന്റർ വരുന്നത് എവിടെയാണ്? അരുണാചലിലാണ്. അതുപോലെ ഒരുപാട് ട്രൈബുകളുള്ള ഒരു സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ റീജിയണൽ ഭാഷകൾ, റീജിയണൽ ലാംഗ്വേജസ് സംസാരിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് ഇതെന്ന് പറയുന്നത് അരുണാചൽ പ്രദേശ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകൾ അല്ലെങ്കിൽ റീജിയണൽ ലാംഗ്വേജസ് സംസാരിക്കുന്ന സംസ്ഥാനം കൂടിയാണ് ഇതെന്ന് പറയുന്നത് അരുണാചൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏറ്റവും കുറവ് പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള സംസ്ഥാനമാണ് ഇത് അരുണാചൽ പ്രദേശ് എന്ന് പറയുന്നത്. ഇനി ഇവിടുത്തെ ഒരു പ്രത്യേക കൃഷി രീതിയാണ് ജൂമിങ് എന്ന് പറയുന്നത്. പലപ്പോഴും RRBSSയും ആവർത്തിച്ച് ചോദിക്കാറുള്ള ചോദ്യമാണ്. ജൂമിങ് എന്ന് പറയുന്നത് ഏത് സംസ്ഥാനത്തിന്റെ കൾട്ടിവേഷണൽ സ്റ്റൈലാണെന്ന് ചോദിക്കാറുണ്ട്. എപ്പോഴേക്കോ മാറിയിട്ട് താഴെ തന്നിട്ടുള്ളവയിൽ എന്താണ് ജൂമിങ് എന്ന് ചോദിച്ചിട്ട് ഒരു ട്രൈബിന്റെ പേരാണ്, ഒരു കൾട്ടിവേഷൻ സ്റ്റൈലാണ്, ഒരു ക്രോപ്പാണെന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യാറുണ്ട്, അങ്ങനെയും ഓപ്ഷൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കി വെക്കുക, ജൂമിങ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കൃഷി രീതിയാണ്. അതെവിടെ ഉള്ളതാണ്? അരുണാചൽ പ്രദേശിലുള്ളതാണ്. ഇനി അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്രയ്ക്ക് വേറെ പേരാണുള്ളത്. ബ്രഹ്മപുത്ര റിവർ അരുണാചൽ പ്രദേശ് കയറി കഴിഞ്ഞാൽ അവർ പേര് മാറ്റും. ഇനി നിന്നെ ഞങ്ങൾ ബ്രഹ്മപുത്ര എന്ന് വിളിക്കില്ല, നിന്നെ ഞങ്ങൾ ഇനി എങ്ങനെയാണ് വിളിക്കുക? ദിഹാങ് എന്നാണ് വിളിക്കാറുള്ളത്. അപ്പം അങ്ങനെ തന്നെ പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിവേഴ്സ് ഈസ് ഓൾസോ നോൺ ആസ് ദിഹാങ് ഇൻ അരുണാചൽ പ്രദേശ്? താഴെ തന്നിട്ടുള്ളതിൽ ഏത് നദിയാണ് അരുണാചൽ പ്രദേശുകാർക്ക് ദിഹാങ് എന്ന പേരിൽ അറിയപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആൻസർ പറഞ്ഞു കൊടുക്കണം. അത് ബ്രഹ്മപുത്രയാണ്. അല്ലെങ്കിൽ ബ്രഹ്മപുത്രയെ അരുണാചൽ പ്രദേശുകാർ വിളിക്കുന്നത് എങ്ങനെയാണ്? ദിഹാങ് എന്നാണ്. ഇനി അവിടുത്തെ കുറച്ച് ഫെസ്റ്റിവൽസ് ആണ് ലോസാർ, മോപ്പിൻ ആൻഡ് സോലങ് എന്നൊക്കെ പറയുന്നത്. ഈ ഫെസ്റ്റിവൽസിന്റെ ഇത് മാത്രമായിട്ടുള്ള ക്ലാസ് ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണാൻ കഴിയും. പക്ഷെ ഒരു കാര്യം ഇവിടെ ഒപ്പം പറഞ്ഞോട്ടെ, ഈ ഫെസ്റ്റിവൽസ് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ലോസർ ഇവിടെ പഠിച്ചു, ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് വരുമ്പോൾ അതെന്താ അങ്ങനെയെന്ന് ആലോചിക്കരുത്. നോർമലി ഇത്തരം ഫെസ്റ്റിവൽസ് എല്ലാം തന്നെ പല സംസ്ഥാനങ്ങളും എന്ത് ചെയ്യുന്നത്, ഷെയർ ചെയ്ത് ആഘോഷിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ഹോളിയൊക്കെ പലയിടത്തും ആഘോഷിക്കുന്നതാണ് അല്ലേ? അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ പൊങ്കലൊക്കെ നമ്മളിപ്പോൾ കേരളത്തിലും പലയിടത്തും എന്ത് ചെയ്യാറുണ്ട്, ആഘോഷിക്കണം. അങ്ങനെ അപ്പോൾ അതുകൊണ്ട് ചില ആഘോഷങ്ങൾ ഒരു സംസ്ഥാനത്തിന് എക്സ്ക്ലൂസീവ് ആയിട്ട് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓണം നമ്മൾ മാത്രമേ ആഘോഷിക്കുന്നുള്ളൂ അല്ലേ? കേരളത്തിന്റെ മാത്രം ആഘോഷമാണ് ഓണം. വിഷു നമ്മൾ മാത്രമേ ആഘോഷിക്കുന്നുള്ളൂ. വിഷു ഒരു ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ആണ്. അത് പല പേരുകളിൽ പല സംസ്ഥാനങ്ങളിൽ ആഘോഷിക്കുന്നുണ്ട്. ഇപ്പോൾ പഞ്ചാബിൽ പോയി കഴിഞ്ഞാൽ ഈ വിഷുവിന്റെ വേറെ രൂപം തന്നെയാണ് ബൈശാഖി എന്ന് പറഞ്ഞവർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പല എന്താ പറയുക പേരുകളിൽ മാറ്റമുള്ളതുണ്ടാവാം, പേരുകളിൽ ഒരുപക്ഷെ ഒരു മാറ്റവും ഇല്ലാത്തതുണ്ടാവാം. അതുകൊണ്ട് തന്നെ ഫെസ്റ്റിവൽ പഠിക്കുമ്പോൾ ഒരു ഫെസ്റ്റിവൽ പഠിച്ചാൽ അതൊരു സംസ്ഥാനത്തിനെ ഉള്ളൂ എന്നുള്ള മുൻവിധിയോടുകൂടി എന്ത് ചെയ്യരുത്, നിങ്ങൾ പഠിക്കരുത്. ഫെസ്റ്റിവലുകൾ എന്തുണ്ടാവും, പല പല സംസ്ഥാനങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന ഫെസ്റ്റിവലുകളും എന്തുണ്ടാവും, ഉണ്ടാവുന്ന കൂടെ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ലോസർ ആയാലും മോപ്പിൻ എന്ന് പറയുന്ന ഫെസ്റ്റിവൽ ആയാലും സോലങ് എന്ന് പറയുന്ന ഫെസ്റ്റിവൽ ആയാലും എന്ത് തന്നെയാണ്, അരുണാചൽ പ്രദേശിന്റെയും കൂടെ ആഘോഷങ്ങളാണ്. ഇനി
ഇന്ത്യയിലെ ഏറ്റവും വലിയ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി ആയിട്ടുള്ള തവാങ്, നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമിയൊക്കെ കണ്ടവരുണ്ടെങ്കിൽ എന്തായാലും അറിയുന്നുണ്ടാവും ഈ സ്ഥലപ്പേര്, അറിയില്ലെങ്കിൽ ഓർത്തു വയ്ക്കുക. തവാങ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി സിറ്റുവേറ്റ് ചെയ്യുന്ന അരുണാചൽ പ്രദേശിലാണ്. എഗെയിൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ഹിന്ദു പിൽഗ്രിമേജ് സെന്റർ ആയിട്ടുള്ള പരശുറാം കുണ്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ കേരളത്തിലാണെന്നൊക്കെ പറയാനുള്ള സാധ്യതയുണ്ട്, പക്ഷെ അല്ല. വളരെ പ്രധാനപ്പെട്ട ഒരു ഹിന്ദു പിൽഗ്രിമേജ് സെന്റർ ആയിട്ടുള്ള പരശുറാം കുണ്ട് സിറ്റുവേറ്റ് ചെയ്യുന്നതും എവിടെ തന്നെയാണ്? ഈ പറയുന്ന അരുണാചൽ പ്രദേശിലാണ്. അതുപോലെ തന്നെ വേൾഡ് വാർ ടു മ്യൂസിയം സിറ്റുവേറ്റ് ചെയ്യുന്നതും എവിടെ തന്നെയാണ്? അരുണാചൽ പ്രദേശിലാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഒരു മ്യൂസിയം സിറ്റുവേറ്റ് ചെയ്യുന്നതും എവിടെ തന്നെയാണ്? അരുണാചൽ പ്രദേശിലാണ്. അതുപോലെ നാംഡഫ നാഷണൽ പാർക്ക് ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. നാംഡഫ നാഷണൽ പാർക്ക് അല്ലെങ്കിൽ മൗലിംഗ് നാഷണൽ പാർക്ക് എന്നീ പറയുന്ന രണ്ട് നാഷണൽ പാർക്കുകളും രണ്ട് ദേശീയോദ്യാനങ്ങളും സ്ഥിതി ചെയ്യുന്നത് എവിടെ തന്നെയാണ്? അരുണാചൽ പ്രദേശിലാണ് എന്ന് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഒന്ന് ഞാൻ റിവൈസ് ചെയ്ത് തരാം. അരുണാചൽ പ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനം നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ഏജൻസി NEFA എന്നറിയപ്പെട്ടിരുന്ന ഒരു സംസ്ഥാനം അരുണാചൽ പ്രദേശായിട്ട് മാറുന്നത് 1987 ഫെബ്രുവരി 20-നാണ്. ഇതിന്റെ തലസ്ഥാനം ഇറ്റാനഗറാണ്. ഭൂട്ടാനായും ചൈനയായും മ്യാൻമറായും 3 വിദേശ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് എന്ന് പറയുന്നത്. ഇവരുടെ ഔദ്യോഗിക പക്ഷി ഗ്രേറ്റ് ഹോൺബിൽ മലമുഴക്കി വേഴാമ്പലാണ്. ഇന്ത്യയുടെ ഓർക്കിഡ് സ്റ്റേറ്റ്, ബോട്ടണിസ്റ്റുകളുടെ പറുദീസ, ഉദയ സൂര്യന്റെ നാട് എന്നൊക്കെ അറിയപ്പെടുന്നത് അരുണാചൽ പ്രദേശാണ്. യാക്കിന്റെ നാഷണൽ റിസർച്ച് സെന്റർ ഉള്ളത് അരുണാചൽ പ്രദേശിലാണ്. ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകൾ സംസാരിക്കുന്ന സംസ്ഥാനമാണ്. ഏറ്റവും കുറവ് പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള സംസ്ഥാനമാണ്. ജൂമിങ് എന്ന് പറയുന്ന കൃഷി രീതിയുള്ള സംസ്ഥാനമാണ്. ബ്രഹ്മപുത്ര അരുണാചൽ പ്രദേശിൽ കയറി കഴിഞ്ഞാൽ പേര് മാറ്റി ദിഹാങ് എന്നാവും. ഇവരുടെ ആഘോഷങ്ങളാണ് ലോസാർ, മോപ്പിൻ, സോലങ് എന്നിങ്ങനെയുള്ള 3 ആഘോഷങ്ങൾ ഇവരുടെയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി ആയിട്ടുള്ള തവാങ് ഉള്ളത് അരുണാചൽ പ്രദേശിലാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഹിന്ദു പിൽഗ്രിമേജ് സെന്റർ ആയിട്ടുള്ള പരശുറാം കൊണ്ടുള്ളതും ഈ പറയുന്ന അരുണാചൽ പ്രദേശിലാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ മ്യൂസിയം സിറ്റുവേറ്റ് ചെയ്യുന്നതും അരുണാചൽ പ്രദേശിലാണ്. നാംഡഫ നാഷണൽ പാർക്ക്, മൗലിംഗ് നാഷണൽ പാർക്ക് എന്നിങ്ങനെ 2 ദേശീയോദ്യാനങ്ങളുള്ളതും എവിടെ തന്നെയാണ്? അരുണാചൽ പ്രദേശിലാണെന്നും കൂടി എന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കുക. അപ്പോൾ ആന്ധ്രാപ്രദേശ് കഴിഞ്ഞു, അരുണാചൽ പ്രദേശ് കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ള സംസ്ഥാനം ആസാമാണ്. നമുക്കറിയാം ആസാം ആപ്പിൾ വാലി ടീ അല്ലേ, ഏറ്റവും കൂടുതൽ ചായല പ്രൊഡ്യൂസ് ചെയ്യുന്ന, തേയില പ്രൊഡ്യൂസ് ചെയ്യുന്ന സംസ്ഥാനമാണെന്ന് പറയുന്നത് ആസാം എന്ന് പറയുന്നത്. ഇനി നമുക്ക് എങ്ങോട്ട് പോവാം? ആസാമിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം. ആസാമിന്റെ ക്യാപിറ്റൽ സിറ്റി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആസാമിന്റെ ക്യാപിറ്റൽ സിറ്റിയുടെ പേര് ദിസ്പൂർ എന്നാണ്. ആസാമിന്റെ ക്യാപിറ്റൽ സിറ്റിയുടെ പേരെന്താണ്? ദിസ്പൂർ എന്നാണ് എന്തെന്ന് പറയുന്നത്? ആസാമിന്റെ ക്യാപിറ്റൽ സിറ്റിയുടെ പേരെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആസാമിന്റെ പഴയ പേര് കാമരൂപ എന്നായിരുന്നു. ആസാം സംസ്ഥാനത്തിന്റെ പഴയ പേര് കാമരൂപ എന്നായിരുന്നു. ഈ പഴയ പേരുകൾ അങ്ങനെ ഒരുപാട് എല്ലാം ഒന്നും ചോദിച്ചു കാണാറില്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ നോർത്ത് ഈസ്റ്റേൺ ഫ്രോണ്ടിയർ ഏജൻസി ഇതുവരെ കണ്ടിട്ടില്ല, ഈ കാമരൂപ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ ചിലത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അത് അതിനോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു പോവാം. പക്ഷെ ചിലത് എന്ത് ചെയ്യാം, ഞാൻ ജസ്റ്റ് ഇനി എങ്ങാനും വന്നാലോ എന്ന് കരുതി പറഞ്ഞു പോകുന്നതാണ്. ഈ കാമരൂപയൊക്കെ ആ ഒരു കാറ്റഗറിയിൽ പെടുന്നതാണ്. വന്നാൽ വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം തന്നെയാണ്, പക്ഷെ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. എന്തായാലും ആസാമിന്റെ പഴയ പേരാണ് ഇതെന്ന് പറയുന്നത് കാമരൂപ എന്ന് പറയുന്നത്. ഇനി ആസാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞു ഇന്ത്യയുടെ തേയില സംസ്ഥാനം അല്ലെ, ഇന്ത്യയുടെ ടീ സംസ്ഥാനമാണ് ഇതെന്ന് പറയുന്നത് ആസാം എന്ന് പറയുന്നത്. ആ ടീ നിങ്ങളൊരു ആൽഫബറ്റ് ആയിട്ട് തന്നെ ഓർത്തു വയ്ക്കുക. കാരണം ആസാമിന്റെ ഷേപ്പ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ആൽഫബറ്റിൽ T ഷേപ്ഡ് ആയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് ഇതെന്ന് പറയുന്നത് ആസാം എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഞാൻ വരച്ച് കൊളാക്കുന്നില്ല. ആ ഷേപ്പ്, ആ ഒരു കളർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ, ഒരു ഏകദേശം ഒരു ഇംഗ്ലീഷ് ആൽഫബറ്റിലെ T ഷേപ്ഡ് ആയിട്ട് കിടക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ടീ എന്ന് പറയുമ്പോൾ നമ്മൾ ചായയും കൂടിയാണ് അല്ലെ. ടീ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ, ടീ ഗാർഡൻ ഓഫ് ഇന്ത്യ, ടീ ഷേപ്ഡ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ, 3 ഒറ്റ ഉത്തരവേ ഉള്ളൂ. എന്താണ്? അത് ആസാമാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുളകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് ആസാം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മുള പ്രൊഡ്യൂസ് ചെയ്യുന്ന സംസ്ഥാനമാണ് ആസാം. ഈ ഭാഗത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ, നോർത്ത് ഈസ്റ്റിലോട്ടൊക്കെ പോയിട്ടുള്ളവരുണ്ടെങ്കിൽ അറിയാം, നമ്മുടെ നാട്ടിലും നമ്മുടെ ചുറ്റുപാടുമൊക്കെ മുളകൾ ഉപയോഗിക്കുന്നതിനേക്കാളും എത്രയോ ഉപരി പല രൂപങ്ങളിൽ മുളയുടെ പല രൂപങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ നോർത്ത് ഈസ്റ്റിലുള്ള ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈവൻ കറികളിൽ വരെ അവർ മുളയുടെ ഷൂട്ട്സ് ഒക്കെ യൂസ് ചെയ്യണം. അതുകൊണ്ടുള്ള അച്ചാറ്, അതുകൊണ്ടുള്ള പലതരത്തിലുള്ള സാധനങ്ങൾ, ഈവൻ അതും പോർക്കും അതും ബീഫും ഒക്കെ ഇട്ടിട്ടുള്ള പല രുചിയിലുള്ള കറികൾ അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും അവർ ആ ഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ ഭാഗത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് കണ്ടിട്ടുണ്ടാവും. സോ എന്തായാലും നമ്മൾ ഈ തെങ്ങെന്നൊക്കെ പറയുന്ന പോലെയാണ് അവർക്ക് എന്തെന്ന് പറയുന്നത്, മുള എന്ന് പറയുന്നത്, എസ്പെഷ്യലി നോർത്ത് ഈസ്റ്റ് ഭാഗത്തുള്ള ആളുകൾക്ക് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുളകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സംസ്ഥാനമാണ് ഇതെന്ന് പറയുന്നത് ആസാം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലേക്കുള്ള നമ്മുടെ കവാടം എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? ആസാമാണ്. ആസാം കടന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഈ നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യയിലേക്ക്, നമ്മുടെ 7 സിസ്റ്റേഴ്സിലേക്ക് എന്ത് ചെയ്യാനായിട്ട്, കടന്ന് ചെല്ലാനായിട്ട്. അത് എസ്പെഷ്യലി ബേസിക്കലി ഗുവാഹട്ടി വഴിയാണ് എന്ത് ചെയ്യാറുള്ളത്, നമ്മൾ കടന്നു പോകാറുള്ളത്. അപ്പൊ എന്തായാലും ടീ സ്റ്റേറ്റ്,
ടീസ് ഗാർഡൻ ഓഫ് ഇന്ത്യ, ടീ ഷേപ്ഡ് സ്റ്റേറ്റ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബാംബൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സംസ്ഥാനം, നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലേക്കുള്ള ഗേറ്റ് വേ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാത്തിനും ഉത്തരം എന്ത് തന്നെയാണ്? ആസാമാണ്. ഇനി ആസാം ഭരിച്ചിരുന്ന ഒരു ഡൈനാസ്റ്റിയാണ് അഹോം ഡൈനാസ്റ്റി. പലവട്ടം സിജിയിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അങ്ങനെ ഒരു ഇന്ത്യൻ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ പഠിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല, ജസ്റ്റ് ഇത്രയും അറിഞ്ഞിരുന്നാൽ മതി. ആസാം ഭരിച്ചിരുന്ന ഒരു ഡൈനാസ്റ്റിയാണ് അഹോം ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നത് അവർ നമ്മൾ ഈ മലയാളികൾ എന്നൊക്കെ പറയുന്നത് പോലെ അവരവരെ പറയുന്ന അഹോമിയാണോ അങ്ങനെ എന്തോ ഒരു വാക്ക് ഞാൻ ഒരിക്കൽ പോയപ്പോൾ അവിടെ നിന്ന് പരിചയപ്പെട്ടൊരു കൂട്ടുകാരൻ എന്നോട് പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. അഹോമിയാണോ അങ്ങനെ എന്തോ ആണ് അവരവരെ സ്വയം വിളിക്കുന്നത്. അതായത് ആസാമീസ് എന്ന് നമ്മൾ പറയില്ലേ, അതിന് അവരുടെ ഒരു വേർഷൻ. ഇപ്പോൾ മലയാളികൾ എന്ന് മറ്റൊരു ഭാഷയിൽ പറയില്ലല്ലോ അല്ലേ, നമ്മളെ കേരളൈറ്റ്സ് എന്നൊക്കെ അല്ലേ നമ്മൾ പറയാം. അതുപോലെ പക്ഷെ അവർ സ്വയം വിളിക്കുന്നത് അഹോമിയാണോ അങ്ങനെ എന്തോ ആണ് അവർ വിളിക്കുന്നത്. അപ്പോൾ ഞാനിത് ആലോചിച്ചിരുന്നിട്ട് ഈ ഡൈനാസ്റ്റി എന്നായിരിക്കാം ഇത് പേര് വന്നത് എന്നുള്ളത്. എന്തായാലും ആസാം ഭരിച്ചിരുന്ന ഒരു ഡൈനാസ്റ്റിയുടെ പേരാണ് അഹോം ഡൈനാസ്റ്റി. ചോദിച്ചത് ചോദ്യം ഇങ്ങനെയായിരുന്നു, താഴെ തന്നിട്ടുള്ളതിൽ ഏത് ഡൈനാസ്റ്റിയാണ് പണ്ട് കാലത്ത് ആസാം ബേസ് ചെയ്ത് ഭരിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. അഹോം ഡൈനാസ്റ്റിയാണ് പണ്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ആസാം ബേസ് ചെയ്ത് ഭരിച്ചിട്ടുണ്ട്. എയിൽ തുടങ്ങി എമ്മിൽ അവസാനിക്കുന്നു, എയിൽ തുടങ്ങി എമ്മിൽ അവസാനിക്കുന്നു. വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഓർത്ത് വെക്കാനായിട്ട് പറ്റും. ഇനി ഭൂട്ടാനുമായിട്ടും ബംഗ്ലാദേശുമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? ആസാം ബൗണ്ടറി ഷെയർ ചെയ്യുന്നുണ്ട്. ആസാമിന് ആരുമായിട്ടൊക്കെ ബൗണ്ടറി ഉണ്ട്? ഭൂട്ടാനായിട്ടും ബംഗ്ലാദേശായിട്ടും ബൗണ്ടറി ഷെയർ ചെയ്യുന്ന സംസ്ഥാനമാണ് ഇതെന്ന് പറയുന്നത് ആസാം എന്ന് പറയുന്നത്. ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട 2 ട്രൈബുകളാണ്. ഒന്നാമത്തേത് ആസാമീസ്, അതിൽ വലിയ കാര്യമില്ല. പക്ഷെ രണ്ടാമത്തേത് ബോഡോസ്. കുറേ വട്ടം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഈ ബോഡോസ് എന്ന് പറയുന്ന ട്രൈബ് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് നിന്ന് വരുന്നതാണെന്നുള്ളത്. ഈ ബോഡോസ് എന്ന് പറയുന്ന ട്രൈബ് വരുന്ന ഇന്ത്യയിൽ എവിടെ നിന്നാണ്? ആസാമിൽ നിന്നാണ് വരുന്നത്. എന്ത് ചെയ്യുക? മറക്കാതിരിക്കുക. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യം, കാമാക്യ ക്ഷേത്രം. കയ്യും കണക്കില്ലാതെ ചോദിച്ചിട്ടുണ്ട് മക്കളെ. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തിലാണ് കാമാക്യ ക്ഷേത്രം സിറ്റുവേറ്റ് ചെയ്യുന്നത്? അവിടെ ദേവിക്ക് ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉള്ള ഒരു ദേവിയാണ്. സോ എന്തായാലും കാമാക്യ ക്ഷേത്രം സിറ്റുവേറ്റ് ചെയ്യുന്ന എവിടെയാണ്? ആസാമിലാണ്. തീർന്നില്ല, നവഗ്രഹ ടെമ്പിൾ, ഉമാനന്ദ ടെമ്പിൾ എന്നിങ്ങനെ 3 പ്രശസ്തമായ അമ്പലങ്ങളുള്ള സംസ്ഥാനമാണ് ആസാം എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ വട്ടം ചോദിച്ചിരിക്കുന്നത് ഈ പറയുന്ന കാമാക്യ ക്ഷേത്രം തന്നെയാണ്. കാമാക്യ ടെമ്പിൾ ഉള്ളത് എവിടെയാണ്? ആസാമിലാണ്. ഇനി ആസാമിന്റെ ദുഃഖം എന്ന് പറയുന്നത്, എപ്പോഴും ഈ ദുഃഖം ഒരു സംസ്ഥാനത്തിന്റെ ദുഃഖം, ഒരു സ്ഥലത്തിന്റെ ദുഃഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ വെള്ളം കയറി വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതുകൊണ്ടാണ്. അതുപോലെ ആസാമിന്റെ ദുഃഖം എന്ന് വിളിക്കുന്നത് ഇതിനെയാണ്? ബ്രഹ്മപുത്രയാണ്. ബ്രഹ്മപുത്ര ഇടയ്ക്കിടയ്ക്ക് അവർക്ക് എന്ത് ചെയ്യാറുണ്ട്? പണി കൊടുക്കാറുള്ളതുകൊണ്ട് ആസാമിന്റെ ദുഃഖം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആരെയാണ്? ബ്രഹ്മപുത്രയാണ്. അതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ റിവറൈൻ ഐലൻഡ്, ഈ പുഴയുടെയൊക്കെ ഭാഗമായിട്ടുള്ള ഐലൻഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മജൂലിയാണ്. ബ്രഹ്മപുത്രയിലാണ് എന്ത് ചെയ്യുന്നത്? വരുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ റിവറൈൻ ഐലൻഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്രഹ്മപുത്രയിലാണ്, മജൂലിയാണ്. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും ആർക്കെങ്കിലും ചോദിക്കാറുണ്ട്. RRBയുടെ ഒരു സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ലാർജസ്റ്റ് റിവറൈൻ ഐലൻഡ് ഇൻ ദ വേൾഡ്? NTPC ആവട്ടെ, ഗ്രൂപ്പ് ഡി ആവട്ടെ, വാട്ടെവർ ദ പരീക്ഷ RRB എന്ത് ചെയ്യാറുണ്ട്? എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ റിവറൈൻ ഐലൻഡ് ആണ് ഇതെന്ന് പറയുന്നത് മജൂലി എന്ന് പറയുന്നത്. അത് നിൽക്കുന്ന ഏതിലാണ്? ബ്രഹ്മപുത്രയിലാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ഇന്ത്യയിലെ ഏറ്റവും പഴയ ഓയിൽ റിഫൈനറി ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തെ ഓയിൽ റിഫൈനറി ആയിട്ടുള്ള ഡിഗ്ബോയ് സിറ്റുവേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ ഈ പറയുന്ന ആസാമിലാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഓയിൽ റിഫൈനറി ആയിട്ടുള്ള ഡിഗ്ബോയ് എവിടെയാണുള്ളത്? ആസാമിലാണുള്ളത്. ആസാമിന്റെ പ്രശസ്തമായ 2 നൃത്തരൂപങ്ങളാണ് സാത്രിയ, ബിഹു എന്ന് പറയുന്നത്. ഈ ബിഹു എന്ന് പറയുന്ന അവരുടെ ആഘോഷം കൂടിയാണ്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫെസ്റ്റിവൽ ആയിട്ടും ഡാൻസ് ആയിട്ടും ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യാറുണ്ട്? രണ്ടും ചോദിക്കാറുണ്ട്. ആസാമീസിന്റെ ഫെസ്റ്റിവലും ആണ് ഡാൻസും ആണ് ഏതെന്ന് പറയുന്നത്? ഈ പറയുന്ന ബിഹു എന്ന് പറയുന്നത്. പിന്നെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം, ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങൾക്ക് പേര് കേട്ട കാസിരംഗ നാഷണൽ പാർക്ക്, ബ്രഹ്മപുത്രയുടെ തീരത്ത് സിറ്റുവേറ്റ് ചെയ്യുന്ന കാസിരംഗ നാഷണൽ പാർക്ക് ഉള്ളത് എവിടെയാണ്? ആസാമിലാണ്. ഇതെല്ലാം ചോദ്യമാണ്. കാസിരംഗ നാഷണൽ പാർക്ക് എവിടെയാണെന്ന് ചോദിക്കാറുണ്ട്. ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങൾക്ക് പേര് കേട്ട നാഷണൽ പാർക്ക് താഴെ തന്നിട്ടുള്ള എവിടെയാണെന്ന് ചോദിക്കാറുണ്ട്. ആൻഡ് ഈ അടുത്ത് ചോദിച്ചൊരു ചോദ്യമായിരുന്നു, ഈ കാസിരംഗ നാഷണൽ പാർക്ക് ഏത് നദിയുടെ തീരത്താണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ആസാം ബ്രഹ്മപുത്രയൊക്കെ ജിയോഗ്രഫിക്കലി അറിയുന്നവർക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞു തരികയാണ്. ബ്രഹ്മപുത്ര നദിയുടെ തീരത്താണ് എന്ത് വരുന്നത്? കാസിരംഗ നാഷണൽ പാർക്ക് വരുന്നത്. അതുപോലെ ചോദിക്കുന്ന മറ്റൊന്നാണ് മാനസ് നാഷണൽ പാർക്ക് അല്ലെങ്കിൽ മനസ് നാഷണൽ പാർക്ക്. ഇത് റോയൽ ബംഗാൾ കടുവകൾക്ക് പ്രശസ്തമായിട്ടുള്ള സ്ഥലമാണിതെന്ന് പറയുന്നത്. മാനസ് നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് സുന്ദർബാൻസും സ്ഥാനമെല്ലാം മറ്റേ വെസ്റ്റ് ബംഗാളിന്റെ പരിസരത്താണ് വരുന്നത്. അവിടെയും എന്തുണ്ട്? റോയൽ ബംഗാൾ ടൈഗേഴ്സ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം മാനസ് നാഷണൽ പാർക്കും എന്തിനും പ്രശസ്തമാണ്? റോയൽ ബംഗാൾ ടൈഗേഴ്സിനും പ്രശസ്തമാണ്. അതുപോലെ മറ്റൊരു പ്രശസ്തമായ നാഷണൽ പാർക്കാണ് നമേരി നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. ഈ നമേരി നാഷണൽ പാർക്കും എവിടെയാണ് വരുന്നത്? ആസാമിലാണ് വരുന്നത്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ പാരാമിലിറ്ററി ഫോഴ്സ് ആണ് ആസാം റൈഫിൾസ് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ പാരാമിലിറ്ററി ഫോഴ്സ് ആണ് ആസാം റൈഫിൾസ് എന്ന് പറയുന്നത്. അതുപോലെ ഇന്ത്യൻ റെയിൽവേ നടത്തുന്ന
ഓടുന്ന ഏറ്റവും വലിയ സർവീസ് വിവേക് എക്സ്പ്രസ് ആണ്. ഈ വിവേക് എക്സ്പ്രസ് ഓടുന്നത് കന്യാകുമാരി മുതൽ ആസാമിലെ ദിൽബ്രൂഗർ എന്ന് പറയുന്ന സ്ഥലം വരെയാണ്. അത് പലപ്പോഴും ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ തന്നെ ചോദിക്കാം, താഴെ തന്നിട്ടുള്ള ഏതാണ് ഇന്ത്യയിലെ ലോങ്ങസ്റ്റ് സർവീസ് നടത്തുന്ന ട്രെയിൻ എന്നുള്ളത്. ആ ട്രെയിനിന്റെ പേര് വിവേക് എക്സ്പ്രസ് ആണ്. അത് കവർ ചെയ്യുന്ന ദൂരം 4180 കിലോമീറ്റർ ആണ്. ആൻഡ് അത് ഓടുന്നത് കന്യാകുമാരിക്കും ദിൽബ്രൂഗറിനും ഇടയിലാണ്. ആഴ്ചയിൽ ഒരു ദിവസം എങ്ങാണ്ട് ഉള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം, എനിക്ക് കറക്റ്റ് അറിയില്ല. എന്തായാലും എന്ത് ചെയ്യുന്നുണ്ട്, 4180 കിലോമീറ്റർ ഒക്കെ ഓടണമെങ്കിൽ ദിവസം കുറച്ച് എടുക്കുമല്ലോ. സോ എന്തായാലും വിവേക് എക്സ്പ്രസ് എന്താണ്, ദിൽബ്രൂഗർ കന്യാകുമാരിക്കിടയിൽ ഓടുന്ന ട്രെയിനാണ്. ഇന്ത്യയിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ട്രെയിൻ ആണെന്നും കൂടെ എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. അപ്പം എന്തൊക്കെയാണ് ആസാമിനെ പറ്റി പഠിച്ചത്? ആസാമിന്റെ തലസ്ഥാനം ദിസ്പൂർ ആണ്. പഴയ പേര് കാമരൂപ എന്നാണ്. ടി എന്ന് പറയുന്ന ലെറ്റർ ഓർക്കാൻ പറഞ്ഞു. ടി സ്റ്റേറ്റ് ആണ്, ടി ഗാർഡൻ ആണ്, ടി ഷേപ്ഡ് സ്റ്റേറ്റ് ആണ്. ഏറ്റവും കൂടുതൽ മുളകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സംസ്ഥാനമാണ്. നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലേക്കുള്ള ഇന്ത്യയുടെ ഗേറ്റ് വേ ആണ്. അഹോം ഡൈനാസ്റ്റി ഭരിച്ചിരുന്ന സംസ്ഥാനമാണ് ആസാം എന്ന് പറയുന്നത്. ഭൂട്ടാനുമായും ബംഗ്ലാദേശുമായും അതിർത്തി പങ്കിടുന്ന രാജ്യമല്ല, സംസ്ഥാനമാണ് ആസാം എന്ന് പറയുന്നത്. അസാമീസും ബോഡോസ് ഇമ്പോർട്ടൻ്റ് ആണ്. ബോഡോസ് അവരുടെ ട്രൈബാണ്. കാമാക്യ ടെമ്പിൾ എഗെയിൻ ഇമ്പോർട്ടൻ്റ് ആണ്, ആസാമിലാണ്. നവഗ്രഹ ടെമ്പിളും ഉമാനന്ദ ടെമ്പിളും കൂടെ ആസാമാണ്. ആസാമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന ബ്രഹ്മപുത്രയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ റിവർ ആൻഡ് ഐലൻഡ് എഗെയിൻ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, മജൂലിയാണ്. മജൂലി ഉള്ളത് ബ്രഹ്മപുത്രയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴയ ഓയിൽ റിഫൈനറി ഡിഗ്ബോയ് ആണ്, ആസാമിലാണ്. ഇവരുടെ നൃത്തരൂപങ്ങളാണ് സാത്രിയും ബിഹു. അതിൽ ബിഹു അവരുടെ ആഘോഷം കൂടിയാണ്, ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ളതാണ്. ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങൾക്ക് പേര് കേട്ട ബ്രഹ്മപുത്ര നദിയുടെ തീരത്തുള്ള നാഷണൽ പാർക്കാണ് കാസിരംഗ നാഷണൽ പാർക്ക്. അതുപോലെ റോയൽ ബംഗാൾ കടുവകൾക്ക് പ്രശസ്തമായ മാനസ് നാഷണൽ പാർക്കും ആസാമിലാണ്. നമേരി നാഷണൽ പാർക്കും എവിടെയാണ് വരുന്നത്, ആസാമിലാണ്. പിന്നെ പറഞ്ഞത് ഇന്ത്യയിലെ ആദ്യത്തെ പാരാമിലിറ്ററി ഫോഴ്സ് ആയിട്ടുള്ളത് ആസാം റൈഫിൾസ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദൂരത്തിൽ ഓടുന്ന ട്രെയിൻ സർവീസ് ആയിട്ടുള്ള വിവേക് എക്സ്പ്രസ് 4180 കിലോമീറ്റർ കവർ ചെയ്യുന്ന വിവേക് എക്സ്പ്രസ് ഓടുന്നത് കന്യാകുമാരിക്കും ദിൽബ്രൂഗറിനും ഇടയിലാണെന്നും കൂടി എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അപ്പോൾ ഈ 3 സംസ്ഥാനങ്ങളാണ് ഈ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബീഹാറും ചണ്ഡീഗഡും ഛത്തീസ്ഗഡിനെ പറ്റിയൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഈ സംസ്ഥാനങ്ങളുടെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം. ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ഷമയോടെ കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമീസ്. ഹാവ് എ നൈസ് ഡേ.